ഫോമിലായിരിക്കും നിങ്ങളുടെ സോയിൽ ഉണ്ടാവും. സോ യുവർ റിലേറ്റീവ് 0, ഒബ്വിയസ് അല്ലേ? ഇനി മാക്സിമം ഡെൻസിറ്റി ആണെങ്കിലോ കംപ്ലീറ്റ് പാക്കുമാണ്. അപ്പൊ എന്ത് പറ്റും? നിങ്ങളുടെ ഇ എന്തായി മാറും? മിനിമം ആയി മാറും അല്ലേ? വോയിഡ് റേഷ്യോ മിനിമം വോയിഡ് റേഷ്യോ ആയി മാറി, ചുരുങ്ങി. വോയിഡ് റേഷ്യോ ഏറ്റവും കുറഞ്ഞു. ആ സമയമാവുന്ന സമയത്ത് എന്ത് പറ്റി? നിങ്ങളുടെ ന്യൂമറേറ്റർ എന്തായി? ഇ മാക്സ് മൈനസ് മിനിമം കട്ടായില്ലേ? എന്ത് പറ്റി? 1. ഇറ്റ് ബിക്കം %. അതായത് മാക്സിമം ഡെൻസിറ്റി ഉള്ള കേസ് എത്തി. നിങ്ങൾ ഇനി എന്ത് കാര്യം ആലോചിച്ച് നോക്കിയേ, മാക്സിമം ഡെൻസിറ്റിയും മിനിമം ഡെൻസിറ്റിയും കംപ്ലീറ്റ് ആയിട്ട് അച്ചീവ് പറ്റൂ? 0 വോയിഡ്സും ആയിട്ടുള്ള പോലെ ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്? ഇല്ല. അതുകൊണ്ട് തന്നെയും യുവർ വാല്യൂസ് ഇൻ സം റേഞ്ച്. അപ്പൊ നിങ്ങൾ ഓർത്താൽ മതി, ലെസ് ദാൻ 15 റിലേറ്റീവ് ഡെൻസിറ്റി ആണെങ്കിൽ വെരി ലൂസ് ആയിരിക്കും. ഗ്രേറ്റർ ദാൻ 85 ആണ് വെരി ഡെൻസ് ആയിരിക്കും. 35-നും 65-നും ഇടയിലാണെങ്കിൽ മീഡിയം ഡെൻസ് ആയിരിക്കും. ഓക്കെ, ഈ 3 കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള രണ്ടെണ്ണം നിങ്ങൾക്ക് ഓർക്കാം അല്ലേ? കാരണം എന്താ? ലെസ് ദാൻ 15 എന്ന് പറഞ്ഞാൽ വെരി ലൂസ് ആണ്, 35 അപ്പോൾ 15 to 35 എന്തായിരിക്കും? ലൂസ് ആയിരിക്കും. 60 to 85 എന്തായിരിക്കും? ഡെൻസ് ആയിരിക്കും. ഗ്രേറ്റർ ദാൻ 85 വെരി ഡെൻസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതൊരു വാല്യൂ ജസ്റ്റ് നിങ്ങളൊന്ന് ഓർത്ത് വെക്കാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ, ഫോർമുല നോക്കി. ഇനി നമുക്ക് കുറച്ച് ഫങ്ഷണൽ റിലേഷൻഷിപ്സ് ഡിറൈവ് ചെയ്യണം. ഞാൻ സ്റ്റാർ മാർക്ക് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കുക. പ്രീവിയസ് ഇയർ ചോദിക്കുന്നതാണ്, ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കും ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യമേ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വോയിഡ് റേഷ്യോ ആൻഡ് പോറോസിറ്റി. എന്താണ് വോയിഡ് റേഷ്യോന്റെ ഫോർമുല? വോളിയം ഓഫ് വോയിഡ് ബൈ വോളിയം ഓഫ് സോളിഡ്സ്. പോറോസിറ്റിയുടെ ഫോർമുല എന്താണ്? വോളിയം ഓഫ് വോയിഡ്സ് ബൈ ടോട്ടൽ വോളിയം എന്നാണ് അല്ലേ? ഇനി നമ്മൾ ഈ വോളിയം ഓഫ് സോളിഡ്സിനെ നോക്കിയാൽ, നിങ്ങൾ ഈ വോളിയം ഓഫ് സോളിഡ്സിനെ ടോട്ടൽ വോളിയത്തിൽ നിന്ന് വോളിയം ഓഫ് വോയിഡ്സ് സബ്ട്രാക്ട് ചെയ്താൽ പോരെ? ടോട്ടൽ വോളിയത്തിൽ നിന്ന് വോളിയം ഓഫ് വോയിഡ്സ് സബ്ട്രാക്ട് ചെയ്ത വോളിയം ഓഫ് സോളിഡ്സ് കിട്ടും അല്ലേ? അതാണ് ഞാനിവിടെ ചെയ്തത്. ഓക്കെ, ടോട്ടൽ വോളിയത്തിൽ നിന്ന് വോളിയം ഓഫ് വോയിഡ്സിനെ സബ്ട്രാക്ട് ചെയ്തു. ഇനി ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും വിനെ കൊണ്ട്, അതായത് ടോട്ടൽ വോളിയത്തിനെ കൊണ്ട് ഒന്നുകൂടെ ഡിവൈഡ് ചെയ്തു. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നമ്മൾ ഇനി ഒന്ന് നോക്കിയേ, ഈ വി വി ബൈ വി എന്ന് പറഞ്ഞാൽ എന്താണ്? പോറോസിറ്റി ആണ്, എൻ അല്ലേ? ഡിനോമിനേറ്ററിൽ വി ബൈ വി 1 ആയി. പിന്നെയും വി വി ബൈ വി എന്തായിരിക്കും? എൻ ആയിരിക്കും. സോ ഫൈനലി യു ഗെറ്റ് ദ റേഷ്യോ ആസ് n ഡിവൈഡഡ് ബൈ 1 മൈനസ് n. അതായത് ഇതാണ് നമ്മുടെ റിലേഷൻഷിപ്പ്. ഫൈനലി യുവർ റിലേഷൻഷിപ്പ് ഈസ് E is equal to n ഡിവൈഡഡ് ബൈ 1 മൈനസ് n. അതുപോലെ തിരിച്ചെഴുതുവാണെങ്കിൽ n is equal to E ഡിവൈഡഡ് ബൈ 1 പ്ലസ് E. ഓക്കെ, ഈ ഫോർമുല നിങ്ങൾ ഓർത്തു വെക്കുക കേട്ടോ. അടുത്ത നമുക്കുള്ള റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ വോയിഡ് റേഷ്യോ, ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ, വാട്ടർ കണ്ടന്റ്, നമ്മുടെ സ്പെസിഫിക് ഗ്രാവിറ്റി വെച്ചാണ്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം റേഷ്യോന്റെ ഫോർമുല എന്താണ്? വോളിയം ഓഫ് വോയിഡ്സ് ബൈ വോളിയം ഓഫ് സോളിഡ്സ്. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഞാൻ എന്ത് ചെയ്തു? വോളിയം ഓഫ് വാട്ടർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, ന്യൂമറേറ്ററും വോളിയം ഓഫ് വാട്ടർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അതിനെ ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്തു. ഓക്കെ, ഈ വോളിയം ഓഫ് വാട്ടറിനെ ഇങ്ങോട്ട് അടിച്ചു, വോളിയം ഓഫ് സോളിഡ്സിനെ ഇങ്ങോട്ട് അടിച്ചു, ഒന്ന് ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്തു. ഓക്കെ, ഇനി ഈ വോളിയം ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഏതൊരു സബ്സ്റ്റൻസിന്റെയും ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓഫ് വാട്ടർ ബൈ വോളിയം ഓഫ് വാട്ടർ ആണ് അല്ലേ? അപ്പൊ തിരിച്ചെഴുതി എന്ത് പറ്റും? വോളിയം ഓഫ് വാട്ടർ എന്തായിരിക്കും? വെയിറ്റ് ഓഫ് വാട്ടർ ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ ആയിരിക്കും അല്ലെ? വെയിറ്റ് ഓഫ് വാട്ടർ ബൈ ഡെൻസിറ്റി അല്ലേ? നമ്മൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മാറ്റി എഴുതാം. അതുപോലെ തന്നെ വോളിയം ഓഫ് സോളിഡ്സ് എന്തായിരിക്കും? വെയിറ്റ് ഓഫ് സോളിഡ്സ് ബൈ ഡെൻസിറ്റി ഓഫ് സോളിഡ്സ്. ഓർത്ത് വെക്കുക, വെയിറ്റ് ഓഫ് സോളിഡ്സ് ബൈ ഡെൻസിറ്റി ആയിരിക്കും നിങ്ങളുടെ വോളിയം. ഇതിന് നമ്മൾ ഇനിയും ഒന്നുകൂടെ ചെയ്യും. ഓക്കെ, ജസ്റ്റ് ഒന്നുകൂടെ ഇതിനെ ചെയ്യണം. അപ്പൊ എന്ത് പറ്റി? ഡബ്ല്യു ഡബ്ല്യു ബൈ ഡബ്ല്യു എസ് എന്നായി, ഗാമ എസ് ബൈ ഗാമ ഡബ്ല്യു എന്നായി. ഇനി ഞാൻ നിങ്ങൾക്ക് ഈ ക്ലാസ് തുടങ്ങുന്ന സമയത്ത് തന്നെയും ഒരു കാര്യം കൂടി എഴുതി തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ ഫോർമുല എന്താണ്? ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ അല്ലെ? ഡെൻസിറ്റി ഓഫ് സോളിഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ ആണ്. ഇത് റീഅറേഞ്ച് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ഗാമ എസ് വിൽ ബി, ദിസ് ഗിവ്സ് ഗാമ എസ് ഈക്വൽസ് ജി ഗാമ ഡബ്ല്യു അല്ലെ? റീഅറേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും ജി ഇൻറ്റു ഗാമ ഡബ്ല്യു എന്നാവും അല്ലെ? അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നോക്കി നിങ്ങൾ, ഗാമ എസിന് പകരം ജി ഗാമ ഡബ്ല്യു എന്ന് എഴുതാം. റൈറ്റ്. അപ്പം നമുക്ക് എന്ത് കിട്ടി? ഇനി ഡബ്ല്യു ബൈ ഡബ്ല്യു എസ് എന്നായി. ഈ വി വിനെ ഞാൻ ഡിനോമിനേറ്ററിലേക്ക് അടിച്ചു. വോളിയം ഓഫ് വാട്ടർ ബൈ
voids എന്നായി. എന്താണ് ഈ വോളിയം ഓഫ് വാട്ടർ ബൈ വോളിയം ഓഫ് വോയിഡ്സ്? ഇറ്റ് ഈസ് യുവർ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ അല്ലെ? ഇതെന്താണ് നിങ്ങളുടെ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ അല്ലേ? ഈ വോളിയം ഓഫ് വാട്ടർ ബൈ വോളിയം ഓഫ് സോളിഡ്സ് എന്താണ്? നമ്മുടെ വാട്ടർ കണ്ടന്റ് ആണ്, ആണല്ലോ. ഡിഗ്രി ഓഫ് ആണത് നിങ്ങളുടെ വാട്ടർ കണ്ടന്റ് ആണ്. ഫൈനലി നിങ്ങൾക്ക് എന്ത് കിട്ടി? E is equal to WG എന്നായി. അതിന് നമ്മൾ കുറച്ച് എഴുതി കഴിഞ്ഞാൽ എന്ത് പറ്റും? S into W equals S into E. ഈ GS എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പെസിഫിക് ഗ്രാവിറ്റി ആണ്, പറഞ്ഞാൽ വാട്ടർ കണ്ടന്റ് ആണ്. S is your degree of saturation, E is your void ratio. ഓക്കെ, ഇതാണ് നിങ്ങളുടെ ഒരു ഇമ്പോർട്ടന്റ് ഫോർമുലയാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് റിലേഷൻഷിപ്പ് ആണ്. കാണുമ്പോൾ ചെറുതാണ്, പക്ഷെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങൾക്ക് ഇതിനെ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് കേട്ടോ. ഈ ഡെറിവേഷൻ എല്ലാം സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. നിങ്ങളത് പഠിച്ചു. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ യൂണിറ്റ് വെയിറ്റ്, സ്പെസിഫിക് ഗ്രാവിറ്റി, റേഷ്യോ, വാട്ടർ കണ്ടന്റ് ആൻഡ് യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ. കുറെ എന്തൊക്കെയോ എഴുതി വെച്ചിരിക്കുന്നുണ്ട് അല്ലേ? എങ്ങനെയാണെന്ന് നോക്കി. ആദ്യമേ നമ്മളുടെ യൂണിറ്റ് വെയിറ്റ് അല്ലെങ്കിൽ ബൾക്ക് യൂണിറ്റ് വെയിറ്റ്, ഇതിനെ ടോട്ടൽ യൂണിറ്റ് വെയിറ്റ് എന്ന് എഴുതും അല്ലെങ്കിൽ ബൾക്ക് യൂണിറ്റ് വെയിറ്റ് എന്ന് എഴുതും കേട്ടോ. That is, it is also written as gamma B. Gamma B അല്ലെങ്കിൽ gamma T is W divided by V. ഈ W നെ ഞാൻ എന്ത് ചെയ്തു? Weight of solids plus weight of water അല്ലേ? Total weight is weight of solids plus weight of water. എന്താണ് total volume? Volume of solids plus volume of voids. Okay, volume of solids ഉം volume of voids ആണ്. ഇവിടുന്ന് മേളില് WS കോമൺ ആക്കി, താഴെ വി എസ് കോമൺ ആക്കി. ഓക്കെ, മേളിൽ ഡബ്ല്യു എസ് കോമൺ ആണ്, താഴെ വി എസ് കോമൺ ആണ്. അപ്പൊ എന്ത് പറ്റി? ഡബ്ല്യു ഡബ്ല്യു ബൈ ഡബ്ല്യു എസ് എന്നായി, വി വി ബൈ വി എസ് എന്നായി. ഒന്നുകൂടെ നിങ്ങൾ നോക്കിയാൽ ഇവിടെയും എന്താണ് ഈ ഡബ്ല്യു ഡബ്ല്യു ബൈ ഡബ്ല്യു എസ്? വെയിറ്റ് ഓഫ് വാട്ടർ ബൈ വെയിറ്റ് ഓഫ് solids. That is nothing but your water content. Whereas in the denominator you have volume of voids by volume of solids. What is this? This is nothing but your void ratio അല്ലേ? Volume of voids by volume of solids എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് നമ്മളുടെ void ratio ആണ്. Similarly, what is weight of solid by volume of solid? എന്താണത്? നമ്മുടെ ഗാമ എസ് ആണ്. ഡെൻസിറ്റി ഓഫ് സോളിഡ്സ് അല്ലേ ഇത് ഗാമ എസ് എന്ന് പറഞ്ഞാൽ. പിന്നെ നേരത്തെ ഒരു ഫോർമുല എഴുതിയിട്ടുണ്ടായി. ഗാമ എസ് എന്താണ്? ജി എസ് ഇൻറ്റു ഗാമ ഡബ്ല്യു ആണ് അല്ലേ? ജി എസ് ഇൻറ്റു ഗാമ ഡബ്ല്യു ആണ് ഗാമ എസ്. സോ ഫൈനലി യു ഗെറ്റ് ദിസ് റിലേഷൻഷിപ്പ്. നോക്കിയാൽ നിങ്ങൾ ജി എസ് ഗാമ ഡബ്ല്യു ഓഫ് 1 + W by 1 + E. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിലേഷൻഷിപ്പ് ആണ്. ഇതിന്റെ ഒരു റിലേഷൻഷിപ്പിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോർമുലയും നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചൊരു ഫോർമുല ഇല്ലേ, ഇ എസ് ഇസ് ഈക്വൽ ടു ഡബ്ല്യു ജി, ആ രണ്ട് ഫോർമുലയും വെച്ച് കഴിഞ്ഞാൽ ബാക്കി കുറച്ച് അങ്ങോട്ടുള്ള എല്ലാ ഫോർമുലയും നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ രണ്ട് ഫോർമുല വെച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചു കഴിഞ്ഞാൽ ഡിറൈവ് ചെയ്യാൻ പറ്റും. റൈറ്റ്, അപ്പൊ ഇത് നിങ്ങൾ പഠിച്ചു വെക്കുക. ഇനിയിപ്പോ നിങ്ങൾക്ക് വേറെ ഒന്നും ഓർമ്മയില്ലെങ്കിൽ കൂടിയും ഈ ഫോർമുലയും തൊട്ട് മുന്നത്തെ ഫോർമുലയും അറിഞ്ഞു കഴിഞ്ഞാൽ കുറേയൊക്കെ പ്രോബ്ലംസും സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒന്നുകൂടെ അപ്ലൈ ചെയ്യാണ്. ജി എസ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു എസ് സി നമുക്കറിയാം. സോ ജി എസിന് അകത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ പറ്റും ജി എസ് പ്ലസ് ഡബ്ല്യു ജി എസ് എന്നാവും. ഡബ്ല്യു ജി എസിന് പകരം എസ് സി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ജി എസ് പ്ലസ് എസ് സി ഡിവൈഡഡ് ബൈ 1 + E ഗാമ ഡബ്ല്യു. അപ്പൊ ഇതും ഒരു റിലേഷൻഷിപ്പ് ആണ്, ഇതും ഒരു റിലേഷൻഷിപ്പ് ആണ്. ഓക്കെ, രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ഇതിനെ പഠിക്കാം. റൈറ്റ്, അപ്പൊ ഈ ഒരു ഫോർമുലയും ഈ ഒരു ഫോർമുല യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്ത് കിട്ടി? ഫസ്റ്റ് റിലേഷൻഷിപ്പോടെ ഡിറൈവ് ആയില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. ഈ രണ്ട് ഫോർമുല പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇനി തൊട്ടുള്ള ഒരു 2 or 3 ഫോർമുല നിങ്ങൾക്ക് പഠിക്കണമെന്നില്ല, ഇതിനകത്ത് തന്നെ ഡിറൈവ് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കുക കേട്ടോ. ദീസ് ടു ആർ വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി ഇതാണ് നമുക്ക് അവസാനം കിട്ടിയ ഫോർമുല അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ഒരു സോയിൽ ഉണ്ടായി, ആ സോയിലിനകത്ത് നല്ല വെയിലെല്ലാം അടിച്ചിട്ട് ഡ്രൈ സോയിലായി കിടക്കുകയാണ്. ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഡ്രൈ. കംപ്ലീറ്റ്ലി ഡ്രൈ സോയിലിനകത്ത് വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് എസ്? എന്താ പറഞ്ഞേ, എന്തായിരിക്കും നമ്മുടെ എസിന്റെ വാല്യൂ? എസിന്റെ വാല്യൂ എന്തായിട്ടുണ്ടാവും? 0 ആയിട്ടുണ്ടാവും. എസിന്റെ വാല്യൂ 0 ആയിട്ടുണ്ടാവും. നമ്മുടെ ഗാമ ബി അല്ലെങ്കിൽ ബൾക്ക് യൂണിറ്റ് വെയിറ്റ് എന്തായിട്ടുണ്ടാവും? ഡ്രൈ യൂണിറ്റ് വെയിറ്റ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. നമ്മുടെ ഫോർമുല എന്തായി മാറി? ഇപ്പം ജി എസ് ഗാമ ഡബ്ല്യു ഡിവൈഡഡ് ബൈ 1 + E. ഇതാണ് നമ്മുടെ ഫൈനൽ ഫോർമുല. ഏതിന്റെ? ഡ്രൈ ഡെൻസിറ്റി. ഓക്കെ, ഡ്രൈ യൂണിറ്റ് വെയിറ്റിന്റെ ഫോർമുലയാണ് ജി എസ് ഗാമ ഡബ്ല്യു 1 + E. ഇനി ഇതേ സോയിൽ തന്നെ
കംപ്ലീറ്റ്ലി സബ്മേർജ്ഡ് ആയി അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി സാച്ചുറേറ്റ് ആയി. വാട്ടർ വന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് സാച്ചുറേറ്റ് ആയി. സാച്ചുറേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫോർമുലയിൽ എന്ത് പറ്റും? എസ് ബിക്കംസ് 1. ഓക്കെ, എസ് എന്തായി മാറി? 1 ആയി മാറി. നമ്മുടെ ഫോർമുല എന്തായി മാറി? GS + E ഡിവൈഡഡ് ബൈ 1 + E ഗാമ W. ഓക്കെ, ഇത് നിങ്ങൾ ഓർത്ത് വെക്കുക. ഇപ്പം നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചില്ലേ? അതായത് ഈ ഒരു ഫോർമുല പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നോക്കിയാൽ നിങ്ങൾ എന്ത് പറ്റി? നിങ്ങൾക്ക് ഇതും ഡിറൈവ് ചെയ്യാൻ പറ്റി, അതുപോലെ ഇതും ഡിറൈവ് ചെയ്യാൻ പറ്റി. റൈറ്റ്, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് ഈ രണ്ട് റിലേഷൻഷിപ്പ് ഡിറൈവ് ആയി. അതാണ് ഞാൻ പറഞ്ഞത്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് സബ്മേർജ്ഡ്. സബ്മേർജ്ഡിന്റെ ഫോർമുല എന്തായിരുന്നു? ഗാമ സാച്ചുറേറ്റഡ് മൈനസ് ഗാമ ഡബ്ല്യു. ഗാമ സാച്ചുറേറ്റഡ് മൈനസ് ഗാമ ഡബ്ല്യു ആണ് നമ്മുടെ സബ്മേർജ്ഡ് യൂണിറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പൊ എന്ത് പറ്റി? ഗാമ സാച്ചുറേറ്റഡിന്റെ ഫോർമുല GS + E / 1 + E ഗാമ ഡബ്ല്യു എന്നാണ്, മൈനസ് ഗാമ ഡബ്ല്യു. ഇത് രണ്ടും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. അവസാനം എന്ത് കിട്ടി? GS - 1 / 1 + E ഗാമ ഡബ്ല്യു എന്നായി. ഓക്കെ, GS - 1 / 1 + E ഗാമ ഡബ്ല്യു. ബൾക്ക് യൂണിറ്റ് വെയിറ്റ്, ഡ്രൈ യൂണിറ്റ് വെയിറ്റ്, വാട്ടർ കണ്ടന്റ്, ഇതിന്റെ മൂന്നിന്റെയും റിലേഷൻഷിപ്പ് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇറ്റ് ഈസ് യുവർ ഗാമ ടി ഓർ ഗാമ ബി. ഗാമ ബി എന്ന് എഴുതും, അല്ലെങ്കിൽ ഗാമ ടി എന്ന് എഴുതും. ഇറ്റ് ഈസ് യുവർ weight of water by weight of volume, total volume. Okay, sorry, total weight by total volume. Total weight എന്തായിരിക്കും? weight of solids plus weight of water by total volume ആയി. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? WS കോമൺ എടുത്തു, 1 + WW by WS എന്നായി. എന്താണ് ഈ WW by WS എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് യുവർ വാട്ടർ കണ്ടന്റ്. ഈ WS by V എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ഗാമ ഡി. ഫോർമുല ഡിറൈവ് ആയി. ഇത്രേ ഉള്ളൂ. ആകെ 3 സ്റ്റെപ്പേ ഉള്ളൂ ഇതിനകത്ത്. നമ്മൾ ഇവിടെ ഇത് എഴുതി, ഇതിനകത്ത് വെയിറ്റ് ഓഫ് സോളിഡ്സ് കോമൺ എടുത്തു, അപ്പൊ തന്നെ ഇത് എന്തായി? WW by WS, weight of water by weight of solids. This is nothing but your water content. WS by V, that is nothing but your dry density. നമുക്ക് എന്ത് കിട്ടി? ഗാമ ടി അല്ലെങ്കിൽ ഗാമ ബി ഈസ് ഈക്വൽ ടു ഗാമ ഡി ഇൻറ്റു 1 + W. ഇതിനെ നമ്മൾ സാധാരണ ഇങ്ങനെയും എഴുതാറുണ്ട്. ഗാമ ഡി ഈസ് ഈക്വൽ ടു ഗാമ ബി ഡിവൈഡഡ് ബൈ 1 + W. ഈ രീതിയിലും ഈ ഫോർമുല എഴുതാറുണ്ട്. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ ഈ രീതിയിലും പഠിച്ചു വെക്കുക. ലേൺ ദിസ് ഇൻ ബോത്ത് മെത്തേഡ്സ്. ട്രൈ ടു ലേൺ ഇറ്റ് ഇൻ ദിസ് നൊട്ടേഷൻ ആസ് വെൽ ആസ് ഇൻ ദിസ് നൊട്ടേഷൻ. രണ്ട് രീതിയിൽ നിങ്ങൾ പഠിക്കാൻ നോക്കുക. കാരണം നിങ്ങൾ ഫോർമുല ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അധികം ആവശ്യം വരിക ഈ ഒരു മെത്തേഡിലായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ച അല്ലെങ്കിൽ ഇതുവരെ ഡിറൈവ് ചെയ്ത ഓരോ റിലേഷൻഷിപ്പും നോക്കാം. നമ്മൾ ആദ്യം തന്നെ വോയിഡ് റേഷ്യോയും പോറോസിറ്റിയും നമ്മളെ റിലേഷൻഷിപ്പ് ഉണ്ട്. എന്താണ്? E is equal to N divided by 1 minus N. അതിനെ നമ്മൾ റീഅറേഞ്ച് ചെയ്തപ്പോഴത്തേക്കും N is equal to E divided by 1 plus E എന്ന് കിട്ടി. അടുത്ത നമ്മൾ ചെയ്തപ്പോഴത്തേക്കും GSW is equal to SC എന്നായി. അത് WG. ഇതെന്താണ് ഇവിടെ? This is your specific gravity. This is your water content. This is your degree of saturation. This is your void ratio. Okay. അടുത്ത നമ്മൾ ഡിറൈവ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? ബൾക്ക് യൂണിറ്റ് വെയിറ്റ് അല്ലെങ്കിൽ ടോട്ടൽ യൂണിറ്റ് വെയിറ്റ് is GS gamma W into 1 plus W by 1 plus E. Okay, GS gamma W 1 plus W by 1 plus E എന്ന് കിട്ടി. അപ്പൊ ഇതിനകത്ത് തന്നെയും നമ്മൾ GS-നെ കോമൺ ആയിട്ട് അകത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ GS എന്ന് വരും. WGS എന്ന് പറഞ്ഞാൽ SC ആണ്, നമ്മൾ ഇവിടെ എഴുതി. അപ്പൊ എന്തായി? GS plus SC divided by 1 plus E gamma W എന്നായി. ഓക്കെ, അടുത്തത് ഗാമ ഡി എന്താവും? ഇവിടെ നമ്മൾ സാച്ചുറേഷൻ 1 ആവാന്ന് 0 ആവുകയാണ്, അല്ലെങ്കിൽ വാട്ടർ ഇല്ലാത്ത രീതിയിലാകുമ്പോഴത്തേക്കും എന്തായി? ഡ്രൈ ഡെൻസിറ്റി ആയി. അവിടെ വരുമ്പോഴത്തേക്കും യു ഗെറ്റ് ഇറ്റ് ആസ് GS ഗാമ W ഡിവൈഡഡ് ബൈ 1 plus E. നിങ്ങൾക്ക് ഈ ഫോർമുല ഓർത്താലും മതി. ഇവിടെ എസിന്റെ വാല്യൂ 0 ആയിപ്പോയി. അപ്പൊ എന്തായി? GS ഗാമ W ബൈ 1 plus E. കണ്ടില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു ഫോർമുലയും ഈ ഒരു ഫോർമുലയും ഓർത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെയുള്ള എല്ലാ ഫോർമുലയും ഡിറൈവ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് സാച്ചുറേറ്റഡ്. സാച്ചുറേറ്റഡ് ആകുമ്പോഴത്തേക്കും S is 1, so it becomes GS plus E divided by 1 plus E gamma W. Submerged ആയപ്പോഴത്തേക്കും GS minus 1 plus E gamma W. Finally gamma D യും gamma B യും തമ്മിൽ എന്തായിരിക്കും? Gamma T is equal to gamma D into 1 plus W, അല്ലെങ്കിൽ
ഗാമ ഡി ഈക്വൽസ് ഗാമ ബി ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഡബ്ല്യു. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. അപ്പൊ ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചെയ്യാൻ പറയാണ്. നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, നിങ്ങളുടെ നോട്ട്ബുക്ക് എടുക്കുക. നോട്ട്ബുക്ക് എടുത്തിട്ട് ഈ ഫോർമുല എല്ലാം അതിനകത്ത് എഴുതി. ആദ്യം നമുക്ക് ഇനി തൊട്ട് പ്രോബ്ലം ചെയ്യാൻ പോവാണ്. ആദ്യം ഈ ഫോർമുല എല്ലാം ഒന്ന് എഴുതി, എന്നിട്ട് എനിക്ക് ചാറ്റിൽ ഒന്ന് പറഞ്ഞേ എഴുതിയിട്ടുണ്ട് എന്നുള്ളത്. നിങ്ങൾ അതുപോലെ നിങ്ങളുടെ കാൽക്കുലേറ്റർ എടുക്കുക കേട്ടോ. നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പോവാണ്. അപ്പൊ ഈ സെഷൻ കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഏകദേശം നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തിട്ടുള്ള അറിയാൻ പറ്റണം. ഹലോ മാം, എനിക്ക് ചാറ്റ് എന്താ പറയുന്നതെന്ന് കാണുന്നുണ്ടോ? ഹലോ ഹലോ സർ, സ്പീഡ് അല്പം കൂടുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ ഓക്കെ. എവിടെയാണ് സ്പീഡിന്റെ പ്രശ്നം വരുന്നത്? സർ, അവസാനത്തെ പോർഷനിലാണ് ഡെറിവേഷൻ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ ഒരു ലാസ്റ്റ് സൈഡ് ഒന്നും കൂടെ പറഞ്ഞ ചിലപ്പോ ഓക്കെ ആവും. ഓക്കെ ഓക്കെ ഓക്കെ, ശരി ശരി ശരി. ഓക്കെ സർ. ചാറ്റ് കാണുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മള് ഈ ഇവിടെ എന്താന്ന് നോക്കിയേ, ബൾക്ക് യൂണിറ്റ് വെയിറ്റും ഡ്രൈ യൂണിറ്റ് വെയിറ്റും വാട്ടർ കണ്ടന്റ് നമ്മളാണ് ഡിറൈവ് ചെയ്യുന്നത്. ഓക്കെ, ഗാമ ബി അല്ലെങ്കിൽ ഗാമ ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ വെയിറ്റ് ബൈ ടോട്ടൽ വോള്യൂം ആണ്. ഇതിന് പകരം എന്ത് ചെയ്യാം? വെയിറ്റ് ഓഫ് സോളിഡ്സ് പ്ലസ് വെയിറ്റ് ഓഫ് വാട്ടർ എന്ന് എഴുതാം അല്ലെ. ടോട്ടൽ വെയിറ്റ് എന്തായിരിക്കും? വെയിറ്റ് ഓഫ് സോളിഡ്സും ഉണ്ടാവും, വെയിറ്റ് ഓഫ് വാട്ടറും ഉണ്ടാവും. അപ്പോൾ വെയിറ്റ് ഓഫ് സോളിഡ്സ് പ്ലസ് വെയിറ്റ് ഓഫ് വാട്ടർ നമ്മൾ കോമൺ ആയിട്ട് എടുത്തു. ഇനി ഇതിനകത്ത് വെയിറ്റ് ഓഫ് സോളിഡ്സ് കോമൺ ആക്കി. അപ്പൊ എന്ത് പറ്റി? വെയിറ്റ് ഓഫ് സോളിഡ്സ് കോമൺ ആയിട്ട് പുറത്തു വന്നില്ലേ? ബാക്കി ഇവിടെ എന്ത് വരും? 1 വരും. ഇവിടെ ഡബ്ല്യു ഡബ്ല്യു ബൈ ഡബ്ല്യു എസ് ആവും അല്ലെ. ഡിനോമിനേറ്ററിലേക്ക് വന്നില്ലേ ഇത് ഡബ്ല്യു എസ്? അതാണ് ഇവിടെ ഇങ്ങനെ വന്നത്. നെക്സ്റ്റ് എന്ത് പറ്റി? ഈ ഡബ്ല്യു എസ് ബൈ വി. എന്താണ് ഈ ഡബ്ല്യു എസ് ബൈ വി എന്ന് പറഞ്ഞാല്? ഇത് നത്തിങ് ബട്ട് യുവർ ഗാമ ഡി ആണ്. കാരണം ഞാൻ നിങ്ങൾക്ക് ഈ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹലോ, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ? ഇല്ല സർ, കേൾക്കാം. അപ്പൊ ഗാമ ഡിയുടെ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെയിറ്റ് ഓഫ് സോളിഡ്സ് ബൈ ടോട്ടൽ വോളിയം ആണ് അല്ലെ. ഗാമ ഡി ഈസ് വെയിറ്റ് ഓഫ് സോളിഡ്സ് ബൈ ടോട്ടൽ വോളിയം. അത് ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഓക്കെ, വെയിറ്റ് ഓഫ് സോളിഡ്സ് ബൈ ടോട്ടൽ വോളിയം ഒന്നുകൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഇനി നമ്മളുടെ ഡബ്ല്യു ഡബ്ല്യു ബൈ ഡബ്ല്യു എസ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്ത് പറ്റി? ദിസ് ഈസ് നത്തിങ് ബട്ട് യുവർ വാട്ടർ കണ്ടന്റ്. അപ്പൊ ഇതെന്താ നമ്മുടെ ഫൈനൽ ഫോർമുല എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. കാരണം എന്താണ്? ദിസ് ഈസ് യുവർ ഗാമ ഡി, ദിസ് ഈസ് യുവർ വാട്ടർ കണ്ടന്റ്. ഓക്കെ, ഇനി ഇതിനകത്ത് സാച്ചുറേറ്റഡിനകത്ത് ഒന്നുകൂടെ പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഈ മനസ്സിലായോ? ഇതിനകത്ത് നമ്മൾ എന്താ ചെയ്തത്? യൂണിറ്റ് വെയിറ്റ് അല്ലെങ്കിൽ ടോട്ടൽ യൂണിറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ ഡബ്ല്യു ബൈ വി ആണ്. നമ്മൾ ഡബ്ല്യു എസ് പ്ലസ് ഡബ്ല്യു എഴുതിയതുപോലെ താഴെ നമ്മൾ എന്ത് ചെയ്തു? താഴെ കഴിഞ്ഞാല് വി എസ് പ്ലസ് വി എന്ന് വന്നു. ഓക്കെ, ഇവിടെ നിന്ന് നമ്മൾ ഡബ്ല്യു എസ് കോമൺ ആക്കി. അപ്പൊ എന്ത് പറ്റി? 1 പ്ലസ് ഡബ്ല്യു ഡബ്ല്യു ബൈ ഡബ്ല്യു എസ് ആയി. താഴെ നമ്മൾ വി എസ് കോമൺ ആക്കിയപ്പോൾ എന്ത് പറ്റി? 1 പ്ലസ് വി വി ബൈ വി എസ് എന്നായി. ഓക്കെ, ഇനി നിങ്ങൾ ഇത് നോക്കിയേ, എന്താണ് ഈ ഡബ്ല്യു എസ് ബൈ വി എസ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് യുവർ ഡെൻസിറ്റി ഓഫ് സോളിഡ്സ്. ഓക്കെ, ഡെൻസിറ്റി ഓഫ് സോളിഡ്സ് ആണ് വെയിറ്റ് ഓഫ് സോളിഡ്സ് ബൈ വോളിയം ഓഫ് സോളിഡ്സ്. ഏതൊരു വസ്തുവിന്റെയും വെയിറ്റ് അത് വോളിയം വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡെൻസിറ്റി അതാണ് ഇവിടെ ചെയ്തത്. വെയിറ്റ് ഓഫ് സോളിഡ്സ് ബൈ വോളിയം ഓഫ് സോളിഡ്സ് ഗിവ്സ് യുവർ ഡെൻസിറ്റി ഓഫ് സോളിഡ്സ്. അടുത്തത് നമ്മുടെ വാട്ടർ കണ്ടന്റ് ആണ്. വാട്ടർ കണ്ടന്റ് എങ്ങനെ കിട്ടിയത്? ഡബ്ല്യു ഡബ്ല്യു ബൈ ഡബ്ല്യു നിങ്ങൾക്ക് വാട്ടർ കണ്ടന്റ് കിട്ടി. അതുപോലെ വി വി ബൈ വി എസ് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് ഈ, അപ്പൊ ഈ വാല്യൂസ് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, നോക്കി 1 പ്ലസ് ഡബ്ല്യു ബൈ 1 പ്ലസ് ഇ എന്നാക്കി. ഇനി നമുക്ക് വേറൊരു കാര്യം കൂടെ അറിയാം.
ഗാമ എസും നമ്മുടെ സ്പെസിഫിക് ഗ്രാവിറ്റി നമ്മൾ എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? ഏതൊരു വസ്തുവിന്റെയും സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പെസിഫിക് ഗ്രാവിറ്റി ഈസ് നത്തിങ് ബട്ട് ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ, അല്ലെ? ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ ആണ് സ്പെസിഫിക് ഗ്രാവിറ്റി. അപ്പൊ നമ്മൾ അതിനെ റിയറേഞ്ച് ചെയ്തപ്പോൾ എന്ത് പറ്റി? ഗാമ എസ് ഈക്വൽസ് ജി ഇൻറ്റു ഗാമ ഡബ്ല്യു എന്നായി. അപ്പൊ നമ്മളിവിടെ ഫൈനലി എഴുതിയതാണ് ഇവിടെ. ഓക്കെ, ജി എസ് ഗാമ ഡബ്ല്യു 1 പ്ലസ് ഡബ്ല്യു ബൈ 1 പ്ലസ് ഇ. നേരത്തെ നമ്മൾ ഇത് ഡിറൈവ് ചെയ്തിട്ടില്ലേ? ഈ ജി എസ് നമ്മൾ അകത്തോട്ട് എടുത്തു, ബ്രാക്കറ്റിനകത്തോട്ട് എടുത്തു. എന്ത് പറ്റി? ജി എസ് പ്ലസ് ജി എസ് ഇൻറ്റു ഡബ്ല്യു. എന്താണ് ഈ ജി എസ് ഇൻറ്റു ഡബ്ല്യു? എസ് സി ആണ്. അതുകൊണ്ട് എഴുതിയതാണിത്, ജി എസ് പ്ലസ് എസ് സി ഡിവൈഡഡ് ബൈ 1 ഗാമ ഡബ്ല്യു. അങ്ങനെയാണ് നമ്മൾ ഡൈവ് ചെയ്തത്. ഓക്കെ, അപ്പൊ അതിനകത്ത് തന്നെ നമുക്ക് ഫൈനലി കിട്ടിയ ഇക്വേഷൻ ആയിരുന്നു. ഫൈനലി കിട്ടിയ ഇക്വേഷനകത്തുനിന്ന് ഡ്രൈ ആകുമ്പോഴത്തേക്കും സാച്ചുറേഷൻ എന്തായിരിക്കും? 0 ആയിരിക്കും. ഫോർമുല എന്തായി? ജി എസ് ഗാമ ഡബ്ല്യു ബൈ 1 പ്ലസ് ഇ എന്നായി. അതുപോലെ കംപ്ലീറ്റ്ലി വെറ്റ് ആകുമ്പോൾ സാച്ചുറേഷൻ എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പൊ നമ്മുടെ ഫോർമുല എന്തായി? ജി എസ് പ്ലസ് ഇ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഇ ഗാമ ഡബ്ല്യു. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഈ ഫോർമുല പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ രണ്ട് റിലേഷൻഷിപ്പ് സ്പോട്ടിൽ ഡിറൈവ് ആയി. കണ്ടില്ലേ? നമ്മൾ അതേപോലെ ഡിറൈവ് ചെയ്തു, അല്ലേ? ഇനി സബ്മേർജ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? ഗാമ സാച്ചുറേറ്റഡ് മൈനസ് ഗാമ ഡബ്ല്യു എന്നായിരിക്കും. അപ്പൊ ഗാമ സാച്ചുറേറ്റഡ് എന്ന ഫോർമുല നമുക്കറിയാം, മൈനസ് ഗാമ ഡബ്ല്യു. ഇതൊന്ന് റീഅറേഞ്ച് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്ത് കിട്ടും? ജി എസ് മൈനസ് 1 ബൈ 1 പ്ലസ് ഇ ഗാമ ഡബ്ല്യു. ഓക്കെ, പറഞ്ഞു. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്തോ? നോട്ട് എടുത്തോ? നോട്ട് എടുത്തില്ലേ? സർ, ആ സർ ഇത്തിരി ഒന്ന് സ്ലോ ഡൗൺ ചെയ്യണേ. ഒരുപാട് കാര്യങ്ങൾ ഒന്നിച്ചാകുമ്പോൾ അവർക്ക് ഒരു ഇത്തിരി കൺഫ്യൂഷൻ വരുന്നെന്ന് പറഞ്ഞു. ഇച്ചിരി ഒന്ന് സ്ലോ ഡൗൺ ചെയ്യണേ. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ഇനി പ്രോബ്ലം ചെയ്യാം. നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക? ഈ ഫോർമുല എഴുതുക, എന്നിട്ട് ഇനി പ്രോബ്ലം ചെയ്യാം കേട്ടോ. ആദ്യമേ നോക്കിയാൽ നമ്മൾ എന്താണ് തന്നിരിക്കുന്നത്? വോയിഡ് റേഷ്യോ ഓഫ് എ സോയിൽ സാമ്പിൾ 0.62. ഫൈൻഡ് ദ പൊറോസിറ്റി ഓഫ് സോയിൽ. തന്നിരിക്കുന്നതാണ്, നമുക്ക് വോയിഡ് റേഷ്യോ തന്നിട്ടുണ്ട് 0.62 ആണെന്ന്. ഓക്കെ, വി ആർ സപ്പോസ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് ദ പൊറോസിറ്റി. പൊറോസിറ്റിയും വോയിഡ് റേഷ്യോയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ്? റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പൊറോസിറ്റി ആൻഡ് വോയിഡ് റേഷ്യോ ആണ്. ഓക്കെ, n is E divided by 1 plus E. E divided by 1 plus E എന്ന് എഴുതി. ഓക്കെ, എന്ത് കിട്ടും? 0.62 divided by 1 plus 0.62 എന്ന് കിട്ടും. ഓക്കെ, ആ ഇക്വേഷൻ എല്ലാവരും ഒന്ന് ഇക്വേഷൻ എഴുതിയേ. ആദ്യമേ E is equal to n divided 1 minus n. അടുത്തത് E divided by 1 plus E to W equals S into E. Gamma B equals GS gamma W into 1 plus W by 1 plus E. ഓക്കെ, അടുത്തത് ഇതിനൊന്നുകൂടെ റീഅറേഞ്ച് ചെയ്ത് കിട്ടുന്നതാണ് ഇവിടുത്തെ. ഗാമ ടി ഗാമ ബി ഈക്വൽസ് ജി എസ് പ്ലസ് എസ് ഇ ഡിവൈഡഡ് 1 പ്ലസ് ഇ ഇൻറ്റു ഗാമ ഡബ്ല്യു. ഫൈനലി നമുക്ക് ഇവിടുന്ന് ഡിറൈവ് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ എസ് 0 ആണ് ആലോചിക്കുക. അപ്പം എന്ത്? ഡി ടി ഗാമ ഡി ഈക്വൽസ് ജി എസ് ഗാമ ഡബ്ല്യു ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഇ. അടുത്തത് സാച്ചുറേറ്റഡ് ആകുമ്പം എസിന്റെ വാല്യൂ 1 ആയിരിക്കും. ജി എസ് പ്ലസ് ഇ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഇ ഗാമ. സബ്മേർജ്ഡ് ഗാമ സാറ്റിൽ മൈനസ് ഗാമ ഡബ്ല്യു ചെയ്ത് റീഅറേഞ്ച് ചെയ്യുന്നതാണ്. കിട്ടുന്ന ജി എസ് മൈനസ് 1 divided by 1 plus E gamma W. Finally,
അല്ലെങ്കിൽ ഗാമ ബി ഈക്വൽസ് ഗാമ ഡി ഇൻറ്റു ഡബ്ല്യു. എഴുതിയോ എല്ലാവരും? ഫോർമുല എഴുതി? ഈ ക്വസ്റ്റ്യൻ നോക്കാം. void ratio of a soil sample is 0.62. okay, void ratio of a soil sample is 0.62. find the porosity of the soil. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് porosity കാണാൻ വേണ്ടിയാണ്. porosityയുടെ ഫോർമുല E divided by 1 plus E എന്നാണ്. അപ്പൊ ഇത് ചെയ്തു വരുമ്പോഴത്തേക്ക് നമുക്ക് ആൻസർ കിട്ടുക. കുറച്ച് പേര് ഇപ്പൊ തന്നെ ചാറ്റിൽ ആൻസർ പറഞ്ഞിട്ടുണ്ടായി. എത്രയാ പറഞ്ഞത് ആൻസർ? എത്രയാണ് ആൻസർ കിട്ടുന്നത് എന്ന് പറഞ്ഞേ. ഒന്ന് ആൻസർ. You will get the value as അതെ 0.38 എന്ന് കിട്ടും. ഓക്കെ, 0.382 എന്ന് കിട്ടും. അല്ലെങ്കിൽ 38%. 0.38 അല്ലെങ്കിൽ 38% എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അല്ലെ? എല്ലാവർക്കും കിട്ടുന്നുണ്ട്. അടുത്ത നോക്കുകയാണ്, ശ്രദ്ധിക്കുക. ഇൻ എ ഗിവൺ സോയിൽ വോളിയം, total volume of soil is 30 cc. Total volume of soil is 30 cc, in which 15 cc is volume and 10 cc is volume of water. 15 is volume of water, 10 is volume of water. Find out porosity, void ratio, degree of saturation and air content. porosity, void ratio, degree of saturation, air content. ഇത്രയാണ് കാണാൻ പറഞ്ഞത്. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? തന്നിരിക്കുന്ന വാല്യൂസ് എല്ലാം എടുത്തൊന്ന് എഴുതാം അല്ലേ? വോളിയം എന്താണ്? 30 സെന്റിമീറ്റർ ക്യൂബ് ആണ്. അടുത്തെന്താണ്? വോളിയം ഓഫ് വോയിഡ്സ് ആണ്. ഓഫ് വോയിഡ്സ് എത്രയാണ്? 15 സെന്റിമീറ്റർ ക്യൂബ് ആണ്. അടുത്തെന്താണ്? വാട്ടർ ആണ്. എത്രയാണ് തന്നിരിക്കുന്നത്? 10 സെന്റിമീറ്റർ ക്യൂബ് ആണ്. അപ്പൊ ഇനി നമുക്ക് ഇതിനകത്ത് നിന്ന് ഒരു കാര്യം കണ്ടുപിടിക്കണം അല്ലേ? വാട്ട് വിൽ ബി വോളിയം ഓഫ് സോളിഡ്സ്? എന്തായിരിക്കും? നമുക്കറിയാം, നമ്മളിപ്പം നമ്മുടെ 3 phase സിസ്റ്റം വരച്ചു കഴിഞ്ഞാൽ സോളിഡ് ഉണ്ട്, വാട്ടർ ഉണ്ട്, എയർ ഉണ്ട്. ഓക്കെ, ഈ തന്നിരിക്കുന്നതിൻ്റെ അകത്ത് ഇതാണ് നമ്മുടെ 3 വോളിയംസ് ആണല്ലോ. വോളിയം ഓഫ് വോയിഡ്സ് 15 ആണ് തന്നിട്ടുണ്ട്, വോളിയം ഓഫ് വാട്ടർ 10 ആണ് തന്നിട്ടുണ്ട്. വോളിയം ഓഫ് വാട്ടർ ഇവിടെ തന്നിട്ടുണ്ട്. ടോട്ടൽ വോളിയം എത്രയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ടോട്ടൽ വോളിയം ഇസ് അല്ലെ? ടോട്ടൽ വോളിയം ഇനി തന്നിരിക്കുന്നത് എന്താണ്? വോളിയം ഓഫ് വോയിഡ്സ് 15 ആണ് അല്ലെ? വോളിയം ഓഫ് വോയിഡ്സ്, വോളിയം ഓഫ് വാട്ടർ പോയി കഴിഞ്ഞാൽ എയറിന് എന്ത് ഉണ്ടാവും? ബാക്കി ഇവിടെ 5 ആയിരിക്കില്ലേ അല്ലെ? സോളിഡിന് എന്തായിരിക്കും? ടോട്ടൽ വോളിയം 30 ആണ്, 15 വോയിഡ്സ് പോയി കഴിഞ്ഞു എന്താവും? 15 ആയിരിക്കും. കിട്ടിയില്ലേ? ഇത് വോളിയം ഡയറക്റ്റ് ആയിട്ട് കിട്ടിയല്ലേ നമുക്ക്? അപ്പൊ നിങ്ങൾ ഓർക്കണേ, വോയിഡ്സ് മാത്രം പറയുമ്പോഴത്തേക്കും ഡയറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകരുത്. നിങ്ങൾ ആലോചിക്കണം വോളിയം ഓഫ് എയർ എത്രയാന്നുള്ളത്. ഓക്കെ, അടുത്ത നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? വാട്ട് ഈസ് യുവർ പോറോസിറ്റിയുടെ ഫോർമുല എന്താണ്? വോളിയം ഓഫ് വോയിഡ്സ് ബൈ ടോട്ടൽ വോളിയം. ഇതിന്റെ വാല്യൂ പറഞ്ഞു, പോറോസിറ്റി വാല്യൂസ് എന്ന് പറഞ്ഞ് ചാറ്റിൽ ടൈപ്പ് ചെയ്താൽ മതി. പോറോസിറ്റിയുടെ വാല്യൂ കിട്ടുന്ന എന്താണ് കിട്ടിയത്? ഇറ്റ് ബിക്കംസ് 0.5 എന്ന് കിട്ടും അല്ലെ? ഇനി നമ്മുടെ വോയിഡ് റേഷ്യോന്റെ ഫോർമുല എന്താണ്? വോളിയം ഓഫ് വോയിഡ്സ് ബൈ സോളിഡ്സ് ആണ്. അപ്പൊ എന്ത് വരും? 15 ഡിവൈഡഡ് ബൈ 15. എത്രയാണ് വന്നത് ഇവിടെ? 15 ആണ് അല്ലെ? 15 സെന്റിമീറ്റർ ക്യൂബ് ആണ്. വോളിയം എയർ 5 സെന്റിമീറ്റർ ക്യൂബ് ആണ്. അപ്പൊ വോയിഡ് റേഷ്യോ 1 എന്നായി. വാട്ട് വിൽ ബി ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ? ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എന്ന് പറയുമ്പോഴേക്കും കിട്ടിയിട്ടുണ്ട് അല്ലേ? ഡിഗ്രി ഓഫ് സാച്ചുറേഷന്റെ വാല്യൂ പറഞ്ഞു. ഇനി ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എന്ന് പറയുമ്പോൾ വോളിയം ഓഫ് വാട്ടർ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് വോയിഡ്സ് എത്രയായിരിക്കും വരുന്നത്? പറഞ്ഞേ. വോളിയം ഓഫ് വാട്ടർ ബൈ വോളിയം ഓഫ് വോയിഡ്സ്.
you will get a value as 0.66 അല്ലെങ്കിൽ 66% എന്ന് കിട്ടും. റൈറ്റ്, 0.66 അല്ലെങ്കിൽ 66. അടുത്തത് എയർ കണ്ടന്റ് ആണ് അല്ലേ. എയർ കണ്ടന്റ് എന്ന് പറയുമ്പോൾ എന്താവും? അതെ കിട്ടുന്നുണ്ട്. ഓക്കെ. വോളിയം ഓഫ് എയർ ബൈ voids. വോളിയം ഓഫ് എയർ ബൈ വോളിയം ഓഫ് voids അല്ലേ എയർ കണ്ടന്റ്. സോ ഇറ്റ് ബിക്കംസ് എത്ര എയർ ബൈ വോളിയം ഓഫ് voids ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞേ. അതെ, 0.33 എന്ന് കിട്ടുന്നുണ്ട്. 0.33 അല്ലെങ്കിൽ 33% എന്ന് കിട്ടും. ഓക്കെ, ഇനി നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചേ, ഇത് 66 അല്ല, നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങളൊരു കാര്യം നോക്കിയേ, ഡിഗ്രി ഓഫ് സാച്ചുറേഷനും എയർ കണ്ടന്റും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 100% ആവണം അല്ലേ. ഓൾ ടുഗദർ ഇറ്റ് ബിക്കംസ് 100%. ഓക്കെ, വോളിയം ഓഫ് സോളിഡ്സ് 30 ആവുമോ? ഇല്ല. കാരണം എന്താണ്? ടോട്ടൽ വോളിയം എന്താണ്? 30 ആണ്. ടോട്ടൽ വോളിയം 30 ആണ്. ഇത് ടോട്ടൽ വോളിയം ആണ്. നമുക്ക് എന്താ അറിയേണ്ടത്? വോളിയം ഓഫ് സോളിഡ്സ് എന്തായിരിക്കും? ടോട്ടൽ വോളിയം മൈനസ് വോളിയം ഓഫ് voids എത്രയാണ്? 15 ആണ്. അതുകൊണ്ട് 30 മൈനസ് 15 ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ ഓർക്കാൻ വേണ്ടിയിട്ട് ഈ ഫേസ് ഡയഗ്രാം വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർക്കാൻ പറ്റും. ഇത് കാൽക്കുലേഷൻ ഇല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും, അവിടെയാണോ ഇവിടെയാണോ എന്നുള്ളത്. ഓക്കെ, ഈ ഫേസ് ഡയഗ്രാം വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. ഓക്കെ, ഇതുവരെ പ്രോബ്ലംസ് മനസ്സിലായിട്ടില്ലേ? ഇഷ്യൂസ് ഒന്നും. നമുക്കിനി ഒന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കാം. ആണ് ഇത്. നോക്കിയാൽ നിങ്ങൾ, ദിസ് ഇസ് എ 6 മാർക്ക് ക്വസ്റ്റ്യൻ ആസ്ക്ഡ് ഇൻ ഒക്ടോബർ 2019. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം എന്താണെന്ന് നോക്കാം. കോമ്പാക്റ്റഡ് സോയിൽ സാമ്പിൾ വിത്ത് ബൾക്ക് യൂണിറ്റ് വെയിറ്റ് ഓഫ് 19.62 kilonewton per meter cube has a water content of 15%. If the specific gravity of soil is 2.65, determine the dry density, void ratio and degree of saturation. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് ആദ്യം എടുത്ത് എഴുതാം. എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? You are given gamma B equals 19.62 kilonewton per meter cube. അല്ല മിസ്, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ? ഇല്ല സർ, കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ. Bulk density is 19.62, water content is 15%, G is 2.65. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഡിറ്റർമിൻ ദ ഡ്രൈ ഡെൻസിറ്റി, void ratio and degree of saturation. ചോദിച്ചിരിക്കുന്നത് you have to find out gamma D equal to void ratio equal to what as well as degree of saturation. ഇവിടെ degree of saturation S കേട്ടോ. ഈ ഒരു നൊട്ടേഷൻ യൂസ് ചെയ്യും, ജസ്റ്റ് ക്യാപിറ്റൽ എസ് എന്ന് യൂസ് ചെയ്യും. അതുപോലെ സ്പെസിഫിക് ഗ്രാവിറ്റി ജി എന്നും യൂസ് ചെയ്യാറുണ്ട്, ജി എസ് എന്നും യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ ഞാൻ നിങ്ങളുടെ അടുത്തൊരു ഫോർമുല അല്ലേ, ഗാമ ഡി ഇസ് ഈക്വൽ ടു ഗാമ ബി ഡിവൈഡഡ് ബൈ പ്ലസ് ഡബ്ല്യു. ഈ ഫോർമുല നിങ്ങൾ ഓർത്ത് വെക്കുക. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ആൻസർ കിട്ടാമെന്ന് പറഞ്ഞേ. ആൻസർ പറഞ്ഞെന്ന് എത്ര കിട്ടുന്നതെന്ന് നോക്കട്ടെ. ആദ്യം പറയുന്ന ആൾക്ക് ഞാനൊരു ഷൗട്ട് ഔട്ട് ഉണ്ട്. ആദ്യം എന്ന ആളുടെ പേര് ഞാൻ വിളിച്ചു പറയാം. എത്രയാ വരിക? 1.22 ആണോ വരുന്നത്? ഒന്നുകൂടെ നോക്കിയേ. നിങ്ങളൊരു കാര്യം ചെയ്യുന്നുണ്ട്, 15% ആയിട്ടല്ലേ എടുക്കുന്നത്. 15% പറ്റുമോ? എന്താക്കണം അതിനെ? ഡെസിമൽ ആക്കണ്ടേ? 19.62 ഡിവൈഡഡ് ബൈ അതെ, ഫാത്തിമ സൗമി 17.06 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് കറക്റ്റ്. 1 പ്ലസ് 0.15 ആക്കണം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ മാറ്റാതെ വെച്ചത്. നിങ്ങൾ എത്ര പേര് ചെയ്യും നോക്കാൻ വേണ്ടി വെച്ചതായിരുന്നു. അപ്പൊ എന്താ കിട്ടിയത് നമുക്ക്? 17.06 kilonewton
per cube. ഓക്കെ, അതുപോലെ 17.06 മാത്രം പറഞ്ഞ കറക്റ്റ് ആൻസർ ആവില്ല കേട്ടോ. യൂണിറ്റ് പറയണം. യൂണിറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് എന്നും പറയാം. അപ്പൊ നമുക്ക് കിട്ടിയില്ലേ, ഗാമ ഡി ഈക്വൽ 17.06 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് എന്ന് കിട്ടി അല്ലേ. ഇനി നമുക്ക് വേണ്ടത് എന്താണ്, വോയിഡ് റേഷ്യോന്റെ ഫോർമുലയാണ്. വോയിഡ് റേഷ്യോ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എളുപ്പമുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇത് കണ്ടുപിടിച്ചില്ലേ. അപ്പൊ നമുക്ക് ഗാമ ഡിക്ക് ഒരു ഫോർമുല ഇല്ലേ, ജി ഗാമ ഡബ്ല്യു ഡിവൈഡഡ് ബൈ 1 പ്ലസ്, ഓർത്ത് നോക്കിയാൽ നിങ്ങൾ, യെസ്, ഗാമ ഡബ്ല്യു ബൈ 1 പ്ലസ് ഇ. ഈ ഫോർമുല നിങ്ങളോട് ഫോർമുല എല്ലാം നോട്ട് ചെയ്ത് വെക്കാൻ പറഞ്ഞു. എന്നാൽ നമുക്ക് ഇപ്പം കറക്റ്റ് ആയിട്ട് സോൾവ് ചെയ്ത് പോകാൻ പറ്റും. അപ്പൊ ചെയ്ത് ഇതെന്താ ആൻസർ കിട്ടാം നമുക്ക് നോക്കാം. ഈ 1 പ്ലസ് കമ്പ്യൂട്ട് ചെയ്യണം. എന്ത് കിട്ടും, ദിസ് ഗിവ്സ് 1 പ്ലസ് ഇ ഈക്വൽസ് ജി എസ് it becomes gs w divided by gamma d. Okay, എന്താ കിട്ടുന്നത്, വാല്യൂ എത്ര കിട്ടുന്നത് നോക്കിയേ. എന്താണ് ഇയുടെ വാല്യൂ കിട്ടാൻ പറഞ്ഞത്, 1 പ്ലസ് ഇയുടെ വാല്യൂ എത്ര വരുന്നേ, നമുക്കൊരു കാര്യം ഉണ്ടല്ലേ, ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. എന്താണ് ഗാമ ഡബ്ല്യു? വാട്ട് ഈസ് ഗാമ ഡബ്ല്യു? ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഓഫ് വാട്ടർ ആണല്ലേ. യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടറിന്റെ വാല്യൂ എത്രയായിരിക്കും? നിങ്ങൾ പണ്ട് പഠിച്ചിട്ട് ഇവിടെ എത്ര എടുക്കുക, 9.8 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ്. ദിസ് ഇസ് യുവർ യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ. ഇത് അറിഞ്ഞാൽ മാത്രം നമുക്ക് ഇവിടെ പ്രോബ്ലം ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പൊ എത്ര വരും ഇവിടെ, 9 ഡിവൈഡഡ് ബൈ ഗാമ ഡി എന്ന് പറയുമ്പോഴേക്കും 17.06. റൈറ്റ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, 1.52 എന്ന് കിട്ടും, 1 പ്ലസ് ഇ. ഇതില് വോയിഡ് റേഷ്യോ ഈസ് 0.52. ഓക്കെ, അതെ അതെ, കിട്ടുന്നുണ്ട്. കറക്റ്റ് ആണ്. അടുത്ത നോക്കിയേ നമുക്ക്, യു ഹാവ് ദ റിലേഷൻ ഈക്വൽ ടു ഡബ്ല്യു ജി. നമുക്ക് എന്താ ചോദിച്ചിരിക്കുന്നത്, സാച്ചുറേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് നമുക്ക് എന്ത് കിട്ടും, എസ് ഇസ് ഈക്വൽ ടു ഡബ്ല്യു ജി ബൈ ഇ. എന്താണ് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ കിട്ടുന്നത് കണ്ടുപിടിച്ച് പറഞ്ഞേ. വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ? ഇതാണ്, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനേ ഉള്ളൂ. എത്ര കിട്ടുന്നെന്ന് പറഞ്ഞ ഒന്ന് വാല്യൂ കിട്ടുന്നത്, അതെ സർ, 0.76 എന്ന് പറഞ്ഞിട്ടുണ്ട്. കറക്റ്റ് ആണ്, 0.76 അല്ലെങ്കിൽ 26%. ഓക്കെ, കിട്ടിയില്ലേ? ആർക്കും ഇത് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് 6 മാർക്ക് കിട്ടി കേട്ടോ എക്സാമിന്. ഹാപ്പി ആവുക, 6 മാർക്കായി. അടുത്തത് ഒരു 8 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഒരു 8 മാർക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇത് ഒക്ടോബർ 2018 ചോദിച്ചാണ്. എന്താണെന്ന് നോക്കിയേ, a soil specimen has a water content of 10% and a wet unit weight of 20 kilonewton per meter cube. If the specific gravity of the solid is 2.7, determine the dry unit weight, ratio and degree of saturation. Take gamma W as 10 kilonewton per meter cube. നമുക്ക് ഇവിടെ ഗാമ ഡബ്ല്യു അവർ തന്നിട്ടുണ്ട്, 10 ആണ് എടുക്കേണ്ടതെന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് നോക്കാം, വാട്ടർ കണ്ടന്റ് എത്രയാണ്, 10%. വെറ്റ് യൂണിറ്റ് വെയിറ്റ് എത്രയാണ്? വെറ്റ് യൂണിറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗാമ ബി തന്നെയാണ് കേട്ടോ. ഗാമ ബി 20 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് ആണ്. സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും 2.7 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ഡിറ്റർമിൻ ദ ഡ്രൈ യൂണിറ്റ് വെയിറ്റ്, void ratio, degree of saturation, provided gamma W is equal to 10 kilonewton meter cube. ഓക്കെ, നിങ്ങൾ ചെയ്തേ. ഇത് നമുക്ക് നേരത്തെ ചെയ്ത അതേ ക്വസ്റ്റ്യന്റെ അതേ മോഡലാണ്. അപ്പൊ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ഗാമ ഡി കണ്ടുപിടിക്കാം. ഗാമ ഡി വിൽ ബി ഗാമ ബി ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഡബ്ല്യു. ഇത് ആദ്യം ചെയ്യുന്ന ആൾക്ക് ഒരു കേട്ടോ, ഒരു വെർച്വൽ മുട്ടായി ഞാൻ എറിഞ്ഞു തരാം. 18.18 ആരാണ് പറഞ്ഞിരിക്കുന്ന, ഐഷ്ന എന്ന് പറഞ്ഞിട്ടുള്ള കൊച്ചു പറഞ്ഞിട്ടുണ്ട്.
18.18 ആണ്. യൂണിറ്റ് എന്താണ്? യൂണിറ്റ് പറഞ്ഞിട്ടില്ല ഇഷ്ണ. യൂണിറ്റ് എന്തായിരിക്കും? യൂണിറ്റ് 20 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 0.1 ആയിരിക്കും. ആരും യൂണിറ്റ് പറയുന്നില്ല. യൂണിറ്റ് പറയാത്തവർക്ക് മാർക്കില്ല. ആ യൂണിറ്റ് മാത്രം ധാരാളം അമൃത കെ എം. യൂണിറ്റ് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, അതിനും മാർക്കില്ല. മൊത്തം പറഞ്ഞേ ആൻസർ എത്ര കിട്ടുന്നേ? ആൻസർ എത്രയാ? തുളസി പറഞ്ഞിട്ടുണ്ട് 18.18 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ്. 18.18 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ. ഓക്കെ, അതാണ് നമ്മളുടെ ഡ്രൈ യൂണിറ്റ് വെയിറ്റ് കിട്ടുക. ഇനി നമ്മുടെ വോയിഡ് റേഷ്യോ എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ നേരത്തെ ചെയ്തതല്ലേ, ഗാമ ഡി ഇസ് ഈക്വൽ ടു ജി എസ് ഗാമ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഇ. അപ്പൊ ഇത് വെച്ച് നമ്മൾ കണ്ടുപിടിച്ചേ 1 plus E will be GS gamma W divided by E, or 1 plus E will be value. അയ്യോ, എന്തോ പറ്റിയിട്ടുണ്ടല്ലോ. ആൻസർ പറഞ്ഞ എത്ര കിട്ടുന്നേ? 1. ഇവിടെ നമ്മൾക്ക് ഗാമ ഡബ്ല്യു 10 ആണ് എടുക്കേണ്ടത്, ശ്രദ്ധിക്കുക. നമ്മളിവിടെ തന്നിരിക്കുന്ന 10 ആണ്, അതുകൊണ്ട് വ്യത്യാസം. എത്ര കിട്ടിയത്? 1.48 കിട്ടി അല്ലേ? ആൽഫി ആന്റോന് 48. അപ്പൊ നമുക്ക് വോയിഡ് റേഷ്യോയുടെ വാല്യൂ എത്ര ആയിരിക്കും? 0.48 ആയിരിക്കും. ഓക്കെ, 48 ആയിരിക്കും നമ്മുടെ വോയിഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ES is equal to WG ഫോർമുല അറിയാലോ. പെട്ടെന്ന് പറഞ്ഞ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എത്രയാണ്? ഫാസ്റ്റ് കണ്ടുപിടിച്ചേ. KP 0.56 കറക്റ്റ് ആണ്. 0.56 എന്ത് പറയും? 56% എന്ന് പറയും. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ചെയ്തല്ലോ, കാരണം ഇത് നമ്മൾ മുന്നേ ചെയ്ത അതേ ക്വസ്റ്റ്യന്റെ അതേ മോഡലാണ്. നിങ്ങൾ ഒരു കാര്യം കൂടെ നോക്കിയാൽ മതി, മാറി 8 കിട്ടിയത് കേട്ടോ. അപ്പൊ ഈ 2 ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇപ്പം 8 മാർക്കും കൂടെ ചെയ്യാനുള്ള കപ്പാസിറ്റി ആയിട്ടുണ്ട്. ഓക്കെ, പ്രശ്നമില്ലല്ലോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ടൈമിന്റെ ഒരു ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എത്ര കിട്ടുന്ന നോക്കി. 15 മാർക്കും കിട്ടും. 15 മാർക്കും കിട്ടും. കാരണം വെച്ച് കഴിഞ്ഞാൽ എക്സ്പ്ലെയിൻ 3 phase ഡയഗ്രാം ഓഫ് സോയിൽ ആൻഡ് സ്കെച്ച് ക്ലാസിന്റെ തുടക്കത്തിൽ പറഞ്ഞ സാധനമാണ്. അത് എഴുതി കഴിഞ്ഞാൽ തന്നെ 7 മാർക്ക് ആദ്യം കിട്ടി. ഓക്കെ, ഇനി അടുത്ത ഈ പ്രോബ്ലം കൊടുത്തു കഴിഞ്ഞാൽ 8 മാർക്കും മൊത്തം 15 കിട്ടും. നോക്കാം. പാർഷ്യലി സാച്ചുറേറ്റഡ് സോയിൽ സാമ്പിൾ obtained from an earth fill has a natural water content of 22%. നാച്ചുറൽ വാട്ടർ കണ്ടന്റ് ഓഫ് 22% എന്ന് പറഞ്ഞാൽ വാട്ടർ കണ്ടന്റ് എത്രയാണ്? 22% ആണ്. യൂണിറ്റ് വെയിറ്റ് ഓഫ് 19.62. യൂണിറ്റ് വെയിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര? 9.62 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് എന്നായി. ഓക്കെ, 19.62 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് എന്നായി. ഇനി നമ്മളോട് ചോദിച്ചത് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എത്രയാണ്? ഐ മീൻ സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ട് 2.7. ഡെൻസിറ്റി ഓഫ് വാട്ടർ തന്നിട്ടുണ്ട്. നോക്കിയാൽ നിങ്ങൾ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഡെൻസിറ്റി വാട്ടർ ആണ് പറഞ്ഞിരിക്കുന്നത്. ഡെൻസിറ്റി ഓഫ് വാട്ടർ ഇസ് ഗിവൺ ആസ് ഡെൻസിറ്റി ഓഫ് വാട്ടർ റോ ഗിവൺ ആസ് 1 gram per centimeter cube. ഇതിനെ നമ്മൾ യൂണിറ്റ് വെയിറ്റ് ആക്കി എന്ത് പറ്റും? ഇറ്റ് വിൽ ബിക്കം 9.8 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഓർക്കുക 9.8 വേണം, നമുക്ക് 10 എന്ന് എടുത്തേക്കാം. എന്ത് ചെയ്യാം? യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ വിൽ ബി 10 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യരുത് കേട്ടോ. ആദ്യം കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബിലേക്ക് കൺവേർട്ട് ചെയ്യുക, കാരണം ഇവിടെ മീറ്റർ ക്യൂബ് ആണ്. അത് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ എന്താണ് ചോദിച്ചിരിക്കുന്നത്? യു ഹാവ് ടു കാൽക്കുലേറ്റ് വാട്ട് ഇസ് ദ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ, വാട്ട് ഇസ് ദ വോയിഡ് റേഷ്യോ, ആൻഡ് സബ്സിക്വന്റ്ലി ഓയിൽ സാച്ചുറേറ്റഡ് ഡിറ്റർമിൻ ദ യൂണിറ്റ് വെയിറ്റ്. അതായത് S is equal to 1, then what is gamma? സാറേ 5 minutes റിമൈനിങ് ആണ്, അപ്പൊ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അപ്പം എന്താണ് ചെയ്യുന്നത്? നമ്മൾ ഗാമ ബിയുടെ ഫോർമുല എന്താണ്? ഗാമ ബി ജി ഇൻറ്റു ജി
G gamma W of 1 plus W by 1 plus E ആണ്. ഓക്കെ, G gamma W 1 plus W divided by plus E ആണ്. അപ്പൊ എന്ത് പറ്റും? 2.7 into 10 1 plus 0.22 divided by plus E. ഇത് എത്രയായിരിക്കും? 19.62 ആയിരിക്കും. It will be 19.62. ഫൈനലി നമുക്ക് ഇതിനകത്ത് സോൾവ് ചെയ്ത് വോയിഡ് റേഷ്യോന് വേണ്ടി സോൾവ് ചെയ്യുക. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വോയിഡ് റേഷ്യോന്റെ വാല്യൂ കിട്ടുക 0.678 എന്നാണ്. ഓക്കെ, 0.78 എന്ന് കിട്ടും. നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. നമുക്ക് സമയം ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഒന്ന് സ്പീഡപ്പ് ആക്കുകയാണേ. ES is equal to WG ആണല്ലോ, നമുക്ക് അറിയുന്ന ഫോർമുല അല്ലേ ES equal. അപ്പൊ E അറിയാം, W അറിയാം, G അറിയാം അല്ലേ. അപ്പൊ this gives equals WG divided by E, which gives 0.22 into 2.7 0.678. ഫൈനൽ ആൻസർ എത്ര കിട്ടുന്നേ? 0.876 അല്ലെങ്കിൽ 87%. 87.6% കറക്റ്റ് ആണ്. അടുത്ത നമുക്ക് 1 ആണെങ്കിൽ എന്ത് പറ്റുന്ന അറിയണ്ട. വാട്ട് ഹാപ്പൻസ് ഇഫ് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ ഇസ് 1? ഗാമ സാറ്റ് ഇസ് ഈക്വൽ ടു ഇവിടെ എന്ത് ചെയ്യാം? പ്ലസ് E divided by 1 plus E into. ഓക്കെ, സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ഫാസ്റ്റ് ആക്കാണേ, സോറി കേട്ടോ എല്ലാവരോടും. 2.76 plus 0.678 divided by 1 plus 0.678 10. ഓക്കെ, ആൻസർ എത്ര കിട്ടുക? ആൻസർ എത്ര കിട്ടുന്നേ? ചെയ്ത് നോക്കിയാല്. അതെ, 20.1 സർഗ 20.1 എന്ന് പറഞ്ഞിട്ടുണ്ട്. 20.1 kilonewton per. ഓക്കെ, അപ്പൊ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രീവിയസ് ഇയർ പ്രോബ്ലം സോൾവ് ആയി കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ ഇത് ഇത് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ദിസ് ഈസ് യുവർ ഹോംവർക്ക് ക്വസ്റ്റ്യൻ. നോക്കി നോക്കുക. ഇതിൽ നിങ്ങൾ വേണ്ടത് സാച്ചുറേറ്റഡ് സാമ്പിൾ ഓഫ് ക്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ അർത്ഥം S is equal to 1 എന്നാണ്. ഓക്കെ, S is equal to 1 എന്നാണ് നമ്മൾ സമ്മറൈസ് ചെയ്ത്. ഇന്നിപ്പോ നമ്മൾ റിലേറ്റീവ് ഡെൻസിറ്റി പഠിച്ചു, ഫങ്ഷണൽ റേഷ്യോയുടെ ഡെഫിനിഷൻ, ഡെറിവേഷൻ, അതുപോലെ കുറച്ച് പ്രോബ്ലംസ് സോൾവ് ചെയ്തു. അപ്പം ഇതോടെ നമ്മൾ തമ്മിലുള്ള സെഷൻ കഴിയാണ്. അപ്പൊ എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക് കേട്ടോ. ഞാൻ പറയുന്നത് കേട്ടിരുന്നതിനും എല്ലാവർക്കും താങ്ക് യു. ഞാൻ നിങ്ങൾക്ക് ഈ PPT ഷെയർ ചെയ്യാൻ പോവാണ്.